ഇന്നലെ ഒരാൾ CPM നേതാവ് സരിൻ പ്രസംഗിച്ച് നിങ്ങൾ കണ്ടു. പിന്നെ അത് CPM നേതാക്കൾ ആരും തിരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ എന്താണ് പറഞ്ഞത്? മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ അത് RSSന് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ? എന്നിട്ട് മലപ്പുറം ജില്ലയുടെ തൊട്ടടുത്തുള്ള അദ്ദേഹം എവിടുന്നാണ് പ്രസംഗിക്കുന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ പെരിന്തൽമണ്ണക്കടുത്ത് ഉള്ള തൃത്താല മണ്ഡലത്തിൽ നിന്നാണെന്ന് അറിയില്ല. ഇത് വർഗീയ ജില്ലയുടെ അടുത്തുള്ള പ്രദേശമാണ്. അതിങ്ങോട്ട് എന്താ ലയിച്ചു വരുന്നു എന്നൊക്കെ. ഒരു യുവ നേതാവാണ്, കോൺഗ്രസിന് പോയ ആളാണ്, ഇപ്പോൾ CPMന്റെ നാവാണ്. നേരത്തെ ലീഗിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് മുസ്ലിം ലീഗും മലപ്പുറവും ഒക്കെ ഒരു വർഗീയ പാർട്ടിയും ഒക്കെയാണെന്ന്. ഇതാരെയാണ് നോർമലൈസ് ചെയ്യുക? മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ RSSന് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതാരെ നോർമലൈസ് ചെയ്യാനാണ്? RSS നോർമലൈസ് ചെയ്യാൻ. ഇപ്പോൾ ഇടത്ത് CPM എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, പിന്നെ RSSനോട് സമീകരിച്ചുകൊണ്ട് മുസ്ലിം സംഘടനകളുടെ പേര് പലപ്പോഴും പറയുന്നു. ഇതാരെ ഹിന്ദുത്വ രാഷ്ട്രം, അപ്രഖ്യാപിത ഹിന്ദുത്വ രാഷ്ട്രം രൂപീകരിച്ച് വളരെ വലിയ രൂപത്തിൽ ജനാധിപത്യത്തെയും മതനിരപേക്ഷ സംസ്കാരത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ബുൾഡോസർ രാജിലൂടെ മുസ്ലിം വീടുകൾ, ദളിത് വീടുകൾ, ആദിവാസി വീടുകളൊക്കെ തകർക്കുന്ന വലിയ ഭീകരമായ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫലസ്തീൻ്റെ കൂടെ നിന്ന ഇന്ത്യ, ഗസയുടെ കൂടെ നിൽക്കേണ്ട ഇന്ത്യ, ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന സ്വഭാവത്തിലേക്ക് രാജ്യം എത്തുന്ന ഘട്ടത്തിൽ പോലും ഒരു സമീകരണ യുക്തിയുമായി വരികയാണ്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് കാണാം. അതിൻ്റെ ഭാഗമായുള്ള പ്രചരണം മാത്രമാണ് അത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ നാട് ഉത്തരേന്ത്യ പോലെയാവും. എങ്ങനെയാണ് BJP അവിടെയൊക്കെ അധികാരത്തിലെത്തി? ഇത്തരം പ്രചരണങ്ങൾ നടത്തിയിട്ടല്ലേ? ഈ ഇസ്ലാമോഫോബിയയും മുസ്ലിം വർഗീയതയും ഇതിങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ച് ആണ് അവിടെ വോട്ട് ബാങ്കിലൂടെ അവർ വിജയിക്കുന്നത്. മറ്റ് തട്ടിപ്പുകളൊക്കെ അവിടെ നടത്തുന്നത് എന്നാണ് ഏറ്റവും വോട്ട് ചോരിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പ്രചരണം CPM തന്നെ നടത്തിയാൽ ചങ്ങലൊക്കെ ഭ്രാന്ത് പിടിക്കുക എന്ന് പറയുന്നുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് പോയാൽ അപകടകരമാണ്. താൽക്കാലിക ലാഭവും രാഷ്ട്രീയ നേട്ടോ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഭൂരിപക്ഷ വോട്ട് ബാങ്ക് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം അങ്ങനെ എന്തോ ഒരു വർത്തമാനം CPM പറയുമ്പോഴേക്ക് അതുമായി പോകുന്നവരല്ല എന്നാണ് കേരളത്തിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകൾ, പാലക്കാട്, നിലമ്പൂർ ബൈ ഇലക്ഷനുകളൊക്കെ തെളിയിക്കുന്നത്. അവിടെയൊക്കെ വെൽഫെയർ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാം. രാവിലെ തുടങ്ങി വെൽഫെയർ പാർട്ടിയെ കൈകാര്യം ചെയ്യുന്നു. കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ പിന്നെ ചില സംഘടനകൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ട് വിദ്വേഷ പ്രചരണത്തിന് കേസെടുക്കപ്പെട്ടത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലാണ്. സാധാരണ പാകിസ്ഥാനുള്ള വാക്ക് കേരള തെരഞ്ഞെടുപ്പിലൊന്നും വരാറില്ല. അതങ്ങ് ഉത്തരേന്ത്യയിലൊക്കെ BJP ഉന്നയിക്കാറുള്ളതാണ്. CPM സെക്രട്ടറി വരെ അത് ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പൊക്കെ നടത്തിയത് നമുക്കറിയാം. ഞങ്ങൾക്ക് പറയുന്നത് ഇത്തരം കൊച്ചു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, താൽക്കാലികമായ മെച്ചത്തിന് വേണ്ടി RSSനെ സമീകരിച്ചുകൊണ്ട് മുസ്ലിം സംഘടനകളെയും മറ്റുമൊക്കെ പറയുക, തീവ്രവാദം ഭീകരവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും പ്രതിക്കൂട്ടിലാക്കുക, അത് മുസ്ലിം ലീഗിനെ വരെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക, ഇതൊക്കെ അപകടകരമായ രീതിയാണ്. അതിനെയൊക്കെ പിടിച്ചു കെട്ടാൻ ബാധ്യതപ്പെട്ടവർ ആ പണിയെടുത്താൽ പിന്നെ അതിലൂടെ സംഭവിക്കാൻ പോകുന്ന വലിയ അപകടമാണ്. ഇപ്പോൾ നമുക്കറിയാലോ, വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിനെ തിരുത്തേണ്ടവർ, എത്രയും വലിയ വിദ്വേഷ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് തിരുത്തേണ്ടവർ ആദരിക്കുക. ഇതൊക്കെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് കേരളത്തെ? അവിടെ ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയ ലീഡേഴ്സ്, പ്രത്യേകിച്ചും CPM കുറെ കൂടി ഗൗരവത്തിൽ ഈ വിഷയം കാണണം. വെൽഫെയർ പാർട്ടി അറ്റാക്കുന്നത് വേറെ കാര്യമാണ്. അത് ഞങ്ങളും CPM ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. ഇപ്പോൾ ആകെ ഞങ്ങൾ രൂപീകരിച്ച് 3ാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 1ാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളും CPMും ധാരണയിൽ മത്സരിച്ചാണ്. സഖാവ് കോടിയേരി നേതൃത്വത്തിൽ ചർച്ച നടത്തിയിട്ടാണ് നടന്നത്. ഇപ്പോൾ ആ വോട്ട് കിട്ടാത്തതുകൊണ്ടോ മറ്റൊക്കെയുള്ള അറ്റാക്ക് ആയിരിക്കും. അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. അവർ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പോറലേൽക്കാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ എത്ര വലിയ അപകടമാണ് അതുണ്ടാക്കുക എന്നത് ആലോചിക്കണമെന്നാണ് നമുക്ക് അവരോട് പറയുന്നത്.